മുരിങ്ങ അഥവാ സൊഹാഞ്ജന ഔഷധ ഗുണങ്ങളും ഉപയോഗങ്ങളും. സൊഹാഞ്ജന എന്ന് ഉറുദുവിൽ അറിയപ്പെടുന്ന നമ്മുടെ മുരിങ്ങയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ മോറിംഗ എന്ന് വിളിക്കുന്നു. സസ്യത്തിന്റെ സവിശേഷതകൾ. മുരിങ്ങയിലെ അറബിയിൽ ഔറാഖുൽ മോറിംഗ എന്നും ഹിന്ദിയിൽ സഹജന എന്നും വിളിക്കുന്നു. മുരിങ്ങക്കുരുവിന് ബസൂറുൽ യുസർ എന്നാണ് അറബി നാമം. പ്രധാനമായും തെക്കൻ പഞ്ചാബിൽ കാണപ്പെടുന്ന ഈ വൃക്ഷത്തിന്റെ തടി വളരെ മൃദുവും പെട്ടെന്ന് ഒടിയുന്നതുമാണ്. ഇതിന്റെ പ്രധാന ശാഖയിൽ നിന്നും നിരവധി ഉപശാഖകൾ വിരിഞ്ഞു നിൽക്കുന്നു. ചെറിയ പൈൻ ആകൃതിയിലുള്ള ഇലകളും ഏകദേശം 2 ജാൻ നീളമുള്ള കായകളുമാണ് ഇതിന്റെ പ്രത്യേകത. മുരിങ്ങയുടെ തടിയിൽ നിന്ന് ബബൂൾ മരത്തിൻ്റേതുപോലെ ഔഷധഗുണമുള്ള ഒരു കറയും ലഭിക്കാറുണ്ട്. സ്വഭാവം. യുനാനി വൈദ്യശാസ്ത്ര പ്രകാരം മുരിങ്ങയുടെ സ്വഭാവം 3-ാം ഡിഗ്രിയിൽ ചൂടും ഉണങ്ങിയതുമാണ്. അതായത് ഇത് വളരെ വീര്യമുള്ള ഒന്നാണ്. അതിനാൽ വേനൽക്കാലത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രകൃത്യാ ചൂടുള്ള ശരീരപ്രകൃതിയുള്ളവർ വളരെ ജാഗ്രതയോടെ മാത്രമേ മുരിങ്ങ ഔഷധമായി ഉപയോഗിക്കാവൂ. വർഗീകരണം. പൂക്കളുടെ നിറമനുസരിച്ച് മുരിങ്ങയെ പ്രധാനമായും 3ആയി തിരിക്കാം: പച്ച, മഞ്ഞ, ചുവപ്പ്. ആരോഗ്യ ഗുണങ്ങൾ. കഫരോഗങ്ങൾ. ശരീരത്തിലുണ്ടാകുന്ന കഫ് സംബന്ധമായ അസുഖങ്ങൾക്ക് മുരിങ്ങയുടെ പൂവ്, കായ, കറ എന്നിവ വളരെ ഗുണകരമാണ്. വിരശല്യം. വയറ്റിലെ വിരകളെ നശിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ദഹനം. വിശപ്പില്ലായ്മ പരിഹരിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും മുരിങ്ങ മികച്ചതാണ്. ശ്വാസകോശ രോഗങ്ങൾ. ആസ്മ, ചുമ എന്നിവയ്ക്ക് ഇത് വലിയ ആശ്വാസം നൽകുന്നു. നീർവീക്കം. പ്ലീഹ അഥവാ സ്പ്ലീനിലുണ്ടാകുന്ന വീക്കം കുറയ്ക്കാൻ ഇത് ഫലപ്രദമാണ്. വേദന സംഹാരി. സന്ധിവേദന, നടുവേദന, വാദം എന്നിവയ്ക്ക് മുരിങ്ങപ്പൂവും കായും കറി വെച്ച് കഴിക്കുന്നത് ഉത്തമമാണ്. ഉപയോഗക്രമം. ഇളം മുരിങ്ങക്കായകൾ വിനാഗിരിയിൽ ഇട്ട് അച്ചാർ രൂപത്തിലോ ചൂടുവെള്ളത്തിൽ വേവിച്ചോ ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, മുരിങ്ങയുടെ ഗുണങ്ങൾ നിരവധിയാണെങ്കിലും ഇതിന്റെ അമിതമായ ചൂട് സ്വഭാവം കാരണം കൃത്യമായ അളവിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും ബന്ധപ്പെടുക. മവദവാഖാൻ, വയനാട്. ഫോൺ 911500002222.